ഹലോ, എല്ലാരും ജോയിൻ ആയോ? ഹലോ, ഇഗ്നോർ ചെയ്യും. കേക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് ലേറ്റ് ആയില്ലേ? നമുക്ക് ലിങ്ക് സെറ്റ് ആവാൻ. എല്ലാരും ഓക്കെ അല്ലേ? റെഡി അല്ലേ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഭക്ഷണമൊക്കെ കഴിച്ചില്ല എല്ലാരും? ഭക്ഷണം കഴിച്ചോ? ഇല്ലേ? എന്ത് പറ്റി? ബിഷുറുൽ ഹഫി എന്താ ഭക്ഷണം കഴിക്കാഞ്ഞേ? രണ്ടു മണിയായല്ലോ. 2 മണിയായിട്ടും ഭക്ഷണം കഴിച്ചില്ലേ? മോനെ എവിടെ? നാട്ടിലല്ലേ? ഓടിക്കളിക്കായിരുന്നോ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിക്കണ്ടേ? എല്ലാരും 2 മണിയാകുമ്പോഴേക്ക് നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ? നിങ്ങളൊക്കെ ചെറിയ മക്കളല്ലേ? കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കണം കേട്ടോ. വലുതാവണ്ടേ? കുട്ടികളാവണ്ടേ? എന്തെങ്കിലും കുഞ്ഞു പിള്ളേരായിക്കാണ്ട് ഇരുന്നാ മതിയോ? വലിയ പിള്ളേരാവണ്ടേ? ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? സാംസങ് SM മോളിനെ ഒന്ന് റീനെയിം ചെയ്യണേ. ഇതില് വന്നിട്ട് എങ്ങനെയാണ്? ഹലോ, പേരാക്കിന്ന് പക്ഷെ ഇതില് വന്നപ്പോ ഇതന്നെ കാണിക്കണേ. ഓക്കെ. എന്തേന്നു മോളെ പേരെന്തേന്നു? മിന ഫാത്തിമ. മിന ഫാത്തിമ. ഓക്കെ. ഒരു ഓപ്പോയും കാണുന്നുണ്ട്. ഓപ്പോന്റെ നെയിം എന്താന്ന് പറയാൻ പറ്റുമോ? അവിടെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവില്ല. പാർട്ടിസിപ്പൻസ് പോയിട്ട് പാർട്ടിസിപ്പൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് അതില് നിങ്ങളുടെ പേര് കാണാം. അപ്പൊ സാംസങ് ആണെങ്കിൽ സാംസങ് ഉണ്ടാവും, ഓപ്പോ ആണെങ്കിൽ ഓപ്പോ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റീനെയിം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നെയിം ആക്കി കൊടുക്കുക. ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് റീനെയിം ചെയ്യേണ്ടത്. എല്ലാവരുടെ പേരും ഒന്ന് റീനെയിം ചെയ്തേ. ഓക്കെ. മർസി ആണോ ഓപ്പോന്റെ നെയിം? മർസി മാത്രമേ ഉള്ളൂ? മർസി എന്ന് മാത്രമേ ഉള്ളൂ? അതേ. ഓക്കെ, മർസി നല്ല പേരാണല്ലോ, കേൾക്കാത്ത പേരാണല്ലോ മർസി. ഓക്കെ. സാംസങ്ങിന് ചെയ്യാൻ പറ്റിയില്ലേ? മിന ഫാത്തിമക്ക്? സോറി, പാർട്ടിസിപ്പൻസ് ഇല്ലേ താഴെ? അവിടെ രണ്ടാൾക്കാർ നിൽക്കുന്ന പോലത്തെ ഒരു സിമ്പൽ ഉണ്ടാവും. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞേ? അമാൻ. അമാനെ കാണുന്നില്ലല്ലോ. ആ, അമാനെവിടെ? അമാനെ കാണുന്നില്ലല്ലോ. അമാൻ മുന്നോട്ട് വരൂ. വിഷുറുൽ ഹഫി ഉണ്ട്. അമാന് ക്യാമറ ഓൺ ചെയ്തിട്ടില്ലേ? ക്യാമറ ഓൺ ചെയ്യണം. അമാൻ അബ്ദുള്ള. ഓക്കെ. ആരൊക്കെയാണുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ഇല്ലായിരുന്നോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൺസ് റോഡ് ടെൻസ് റോഡില് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നമ്മൾ ഏത് പേജ് വരെയാണ് ചെയ്തേ? പേജ് നമ്പർ 6 വരെ ചെയ്തു. 6 ഹോംവർക്ക് അല്ലായിരുന്നോ? 6 വരെ ചെയ്ത്.
6 ഹോംവർക്ക് അല്ലായിരുന്നോ? ഹോംവർക്ക് എല്ലാവരും ചെയ്തോ? Yes. ആരെങ്കിലും ചെയ്യാത്തയുണ്ടോ? എല്ലാ ഹോംവർക്കും ചെയ്യണം. ലാസ്റ്റ് ഞാൻ എല്ലാ ബുക്കിലെ എല്ലാ പേജിന്റെയും ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്കൊക്കെ അത് ഇരട്ടി പണിയായിരിക്കും. ഓരോ ദിവസം ക്ലാസ്സിൽ എടുക്കുന്നേ അന്നുള്ളത് അന്നു തന്നെ എന്ത് ചെയ്യണം? എഴുതി തീർക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മള് കടക്കാൻ പോകുന്നത് ഫോർമുലയിലോട്ടാണ്. ഇപ്പൊ നമ്മൾ ബേസിക് കാൽക്കുലേഷൻസ് അല്ല ഇതുവരെ. അസീം, മുമിന, ഫാത്തിമ, ലിസ, സ്വാലി, തന്മയ്, ക്യാമറ ഓൺ ചെയ്ത് വെക്കണേ. സ്വാലി പുറത്താണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? Yes. ഓക്കെ. ലിസ, തന്മയ് ക്യാമറ ഓൺ ചെയ്യണേ. ക്യാമറ ഓൺ ചെയ്യാതെ ആരും ക്ലാസ്സിൽ ഇരിക്കരുത്. ക്യാമറ ഓൺ ചെയ്യൽ മസ്റ്റ് ആണ്. ക്യാമറ ഓൺ ചെയ്താൽ പോരാ. ബിഷുറുൽ ഹഫി വെച്ചിരിക്കുന്നത് നോക്കിയേ. അതുപോലെ തന്നെ ഫാത്തിമ, ലിസ, അവരുടെ ഒക്കെ ടൂൾ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും. അതുപോലെ വെക്കണം. ടൂള് കാണുന്ന രീതിക്ക്. ടൂള് കിട്ടിയില്ല? അസീമിനാണോ ടൂള് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പില് മെസ്സേജ് ചെയ്തേ? ഓക്കെ, വരുമായിരിക്കും. എന്താ ടൈം എടുക്കുന്നതെന്ന് അറിയില്ല. അവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോളൊന്നും വന്നിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കാട്ടോ, ക്ലാസ് ശ്രദ്ധിക്കാം. ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വർക്കുകളൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി പേജ് നമ്പർ 7 എടുത്ത എല്ലാരും. ഇനിയാണ് നമ്മള് ഫോർമുലയിലോട്ട് കടക്കുന്നത്. ബിഗ് ഫ്രണ്ട് ഫോർമുലയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കണേ. ഹഫി, ശ്രേയ, മുഅ്മിന, എല്ലാരും ശ്രദ്ധിക്കണേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാവണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കാന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആഡ് 1 ചെയ്തു, ആഡ് 2 ചെയ്തു. ഇനി അതിലോട്ട് ആഡ് 9 ചെയ്യണം. നമുക്ക് 9 ബീഡിൽ വൺസ് ലോഡിൽ ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുമോ? ആഡ് 1 എല്ലാവരും ഒന്ന് ബീഡിലൊന്ന് നോക്കിയേ. ടൂളില് ആഡ് 1 ചെയ്ത് ആഡ് 2 ചെയ്തിട്ട് ആഡ് 9 ചെയ്യാൻ പറ്റുമോന്നൊന്ന് എല്ലാവരും നോക്കിയേ. പറ്റുന്നുണ്ടാവുന്നേ? ഇതില് മാം ഫസ്റ്റ് പറഞ്ഞ ഏഡ് 1 ഏഡ് 29ന്റെ നടുക്കൊരു ഏഡ് 2 കൂടി ഉണ്ട്. ഓക്കെ, ആഡ് 1 ആഡ് 2 കഴിഞ്ഞിട്ട് 9 ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 9 ഇങ്ങനെ ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വൺസ് ലോഡില് പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഫോർമുല യൂസ് ചെയ്യണ്ടേ. നമ്മൾ ഫോർമുല യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളെ അടുത്ത് ഒരു സാധനം ഇല്ല. എന്റെ അടുത്ത് എനിക്ക് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ ഒരു നേരത്തെ ക്യാഷ് ഉണ്ടായില്ല. നമ്മൾ എന്താ ചെയ്യുന്നേ? ഒന്നെങ്കിൽ അപ്പുറം വീട്ടിലുള്ള ആളടുത്ത് ബോറോ ചെയ്യും, കടം മേടിക്കും അല്ലെ? യെസ്. അപ്പൊ നമ്മുടെ 9 ആണ് നമ്മളെ അടുത്ത് ഇല്ലാത്തത്. വൺസ് റോഡില് 9 ഡയറക്റ്റ്ലി എടുക്കാനില്ല. അപ്പൊ വൺസ് റോഡിന്റെ തൊട്ടപ്പുറം ഉള്ളത് ആരാ? ടെൻസ് റോഡ്. യെസ്, ടെൻസ് റോഡിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീഡിനെ ബോറോ ചെയ്യാം. പക്ഷെ ഒരു ബീഡ് ബോറോ ചെയ്യുമ്പോൾ നമുക്ക് എത്ര 10 തന്നത്? 10ന് ആകെ തരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ പറഞ്ഞാൽ 10 ആണല്ലേ? 10ല് ടെൻസ് റോഡിൽ നമുക്ക് 10നല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പൊ ടെൻസ് റോഡ് ഒരു 10 എന്നാ പിടിച്ചോ, 10 പിടിച്ചോ എന്ന് പറഞ്ഞ് ടെൻസ് റോഡിൽ നിന്ന് തന്നു. പക്ഷെ നമുക്ക് ആരെയാ വേണ്ടത്? ടെൻസ് റോഡിലെ 10നെയാണോ വേണ്ടത്? നമുക്ക് 9 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് 10 തന്ന ടെൻസ് റോഡിൽ നിന്ന് ഒരു 10 തന്നപ്പോ നമ്മൾ വൺസ് റോഡിൽ നിന്ന് ആരെ കുറക്കണം? 1നെ കുറച്ചിട്ട് 9 ആക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൾറെഡി +9ന്റെ ഫോർമുല പഠിച്ചു. +9 ഈക്വൽ ടു +10 -1. ഓക്കെ, ക്ലിയർ ആണോ? ആരാ പറഞ്ഞേ? ഓക്കെ, നമ്മള് 1ഉം 3ഉം ഇപ്പൊ 3 വരെ ആഡ് ചെയ്തു. ഇനി 9 നമുക്ക് എന്തില്ല? വൺസ് റോഡിൽ ഡയറക്റ്റ്ലി എടുക്കാനില്ല. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇപ്പൊ കാണുന്നുണ്ടോ? ടൂള് കാണാവോ? ഓക്കെ, വൺസ് റോഡിൽ നമ്മൾ 3 ആഡ് ചെയ്തു. ഇനി നമുക്ക് 9 ഡയറക്റ്റ്ലി എടുക്കാനില്ല അല്ലെ?
9 എടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാ എടുക്കണേ? ഇങ്ങനെയാണ് 9 എടുക്കുക. പക്ഷെ 3 ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനി 6 മാത്രമേ ഉള്ളൂ, 9 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെടുത്തൊരു സാധനം ഇല്ലാതിന് മുമ്പ് നമ്മൾ അപ്പുറ ബീഡിനോട് ഒരു ബീഡ് കടം ചോദിക്കുക, ബോറോ ചെയ്യുക. അപ്പൊ അപ്പുറ ബീഡിന്റെ അടുത്ത് ആകെ നമുക്ക് തരാനുള്ളത് 10 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ബീഡ് 10 ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമുക്ക് ആരെയാണ് വേണ്ടത്? 9നെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ +10 -1. 10ന് എത്ര ലെസ് ചെയ്താലേ 9 കിട്ടുക? 1. യെസ്. അപ്പൊ നമ്മൾ 10 ആഡ് ചെയ്ത് കൊടുത്തിട്ട് 1 റോഡിൽ 1 മൈനസ് ചെയ്ത് കൊടുത്തുകാണ്ട് 9 ആക്കുക. ഓക്കെ. അപ്പൊ +9ന്റെ ഫോർമുല എന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നവരെല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മിൻഹ, അസീം. ഓക്കെ, ഞാൻ പറയുന്നവര് പറഞ്ഞ +10ന്റെ ഫോർമുല. അസീം ഒന്ന് പറഞ്ഞ +10ന്റെ ഫോർമുല. അല്ല, +9ന്റെ, സോറി. മറ്റേ അപ്പുറത്തേന്ന് ടെൻസ് റോഡിന്ന് ടെൻസ് വാങ്ങിയാല് പിന്നെ 9 ഓടിക്കണം 10ന്ന് 1 മൈനസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പറയരുത്. +10 -1 എങ്ങനെയാ പറയണ്ടേ? ആ ഫോർമുല കറക്റ്റിൽ പറയാ. +10 -1 +9 = +10 -1. ഓക്കെ, എങ്ങനെയാണ്? +9 = +10 -1. ഓക്കെ. അങ്ങനെയാണെങ്കിൽ +8ന്റെ ഫോർമുല ബിഷ്റുൽ ഹഫിക്ക് ഒന്ന് പറയാൻ പറ്റുമോ? +8ന്റെ ഫോർമുല അപ്പൊ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയേ. തെറ്റിയാലും കുഴപ്പമില്ല. സെയിം ഫോർമാറ്റ് ആണ്. ബീഡിൽ ബോറോ ചെയ്യാനുള്ളത് 10 തന്നെയാണ്. പക്ഷെ എത്രയായിരിക്കും ലെസ് ചെയ്യാ? ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. യെസ്, വെരി ഗുഡ്. ബിഷ്റുൽ ഹഫിക്ക് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. 2 ആണല്ലേ? അപ്പൊ 8ന്റെ ഫ്രണ്ട് 2, 9ന്റെ ഫ്രണ്ട് ആരാ? 1. 9ന്റെ ഫ്രണ്ട് ആരാണ്? 1. ആഡ് ദി ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ബീഡ് ബോറോ ചെയ്യുന്നത് അതാണ് ബോസ്. ഓക്കെ, ബോസിനെയാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് വലിയ ആളല്ലേ? അപ്പൊ ബോസിനെ ബോറോ ചെയ്തിട്ട് ഫ്രണ്ടിനെ ലെസ് ചെയ്യാം. ഓക്കെ, ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. എങ്ങനെയാണ്? ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. ബോസ് 10 ആയിരിക്കും എപ്പോഴും ബിഗ് ഫ്രണ്ടിൽ ആരായിരിക്കും ബോസ്? 10. 10 ആഡ് ചെയ്തിട്ട് +9 = +10 -1 +8 = +10 -2. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 7 ഒന്ന് എടുത്ത എല്ലാരും. എങ്ങനെയാ? ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം എങ്ങനെ ചെയ്യണ്ടേന്ന്. തന്മയ്ക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താ ഫോൺ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണേ. കയ്യിൽ വെച്ചിരുന്ന എങ്ങനെയാ? ടൂള് കിട്ടിയിട്ടില്ല? ബുക്കും ടൂളും കിട്ടിയിട്ടില്ല? കിട്ടി മിസ്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോൺ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചേ. ഓക്കെ, ടൂളും ബുക്കും കാണുന്ന രീതിക്ക് വെക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. ആഡ് 2. വൺസ് റോഡിൽ നമ്മൾ തം ഫിംഗർ വെച്ചിട്ട് 2 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആഡ് 2. തം ഫിംഗർ വെച്ചിട്ട് തന്നെ 2 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് +9. +9 ഇനി നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാനില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? മിൻഹ ഒന്ന് പറഞ്ഞേ. ആ, നമ്മൾ ചെയ്യാൻ തുടങ്ങാത്ത ബുക്കുള്ളവര് പേജ് നമ്പർ 7. ഓക്കെ, പേജ് നമ്പർ 7 എടുത്ത് വെക്കണേ. ഓക്കെ, മിന്ന ഒന്ന് പറഞ്ഞേ. ഇനി +9 ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഫോർമുല ആക്കി തന്നെ പറയണേ. +9 = +10 -1. -1. ആൻസർ എത്ര കിട്ടിയേ? 9. 9 ആണ് ആൻസർ കിട്ടിയേ. ഒന്നുകൂടി നോക്കിയേ. 30. മിന്ന പറയേ. 3 ആണോ? വോയിസ് റോഡിൽ എത്ര വീടുണ്ട്? 10 റോഡിൽ എത്ര?
13. ഓക്കെ, ഇനി നമ്മൾ ടെൻസ് റോഡിൽ ഇങ്ങനെ ബീഡ് മൂവ് ചെയ്യുന്നേ എന്നുള്ളത് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ? ഓക്കെ, ടെൻസ് റോഡിൽ ബീഡ് മൂവ് ചെയ്യാന് നമ്മള് ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ടൂൾ പിടിച്ചിരിക്കുന്ന ഈ ഒരു ഹാൻഡ്, അതില് മുകളിൽ വരുന്നത് ആരാ? മിഡിൽ ഫിംഗർ അല്ലെ? ഇങ്ങനെ പിടിക്കുമ്പോ മുകളിൽ വരുമ്പോ മിഡിൽ ഫിംഗർ ആണ്, താഴെ വരുന്ന ഇൻഡെക്സ് ഫിംഗർ ആണ്. അപ്പൊ മുകളിൽ ആഡ് ചെയ്യാൻ, അതായത് അപ്പർ ബീഡില് ടെൻസ് റോഡില്, ഹൺഡ്രഡ്സ് റോഡില്, തൗസൻഡ്സ് റോഡില് അപ്പർ ബീഡില് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും മിഡിൽ ഫിംഗർ. അമ്മാര് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ലോവർ ബീഡില് ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗർ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ മുഫിന? വീട്ടിൽ ചെയ്യുന്നത് മനസ്സിലായിട്ടാ. നമ്മള് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ടൂൾ ഹോൾഡ് ചെയ്യുന്നത് അല്ലെ? റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ വൺസ് റോഡിലാണ് ബീഡ് മൂവ് ചെയ്യുന്നത്. ടെൻസ് റോഡില് അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ മുകളിലുള്ള ഫിംഗർ ഏതാ? മിഡിൽ ഫിംഗർ അല്ലെ? താഴെയുള്ളത് ഇൻഡെക്സ് ഫിംഗറും. അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല, മുകളിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും മിഡിൽ ഫിംഗറും, താഴെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും ഇൻഡെക്സ് ഫിംഗറും. ക്ലിയർ ആണോ? അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ട് ബീഡും ആഡ് ചെയ്യണമെങ്കിൽ പിൻ ചെയ്യാം. ഈ 2 ഫിംഗേഴ്സ് വെച്ചുകൊണ്ട് പിൻ ചെയ്യാം. അത് രണ്ട് ലെസ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിൻ ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ ഈ ഇൻഡെക്സ് ഫിംഗർ, ലെസ് ചെയ്യാൻ ഇൻഡെക്സ് ഫിംഗർ. അപ്പൊ ബീഡിൽ ആഡ് ചെയ്യാൻ മിഡിൽ ഫിംഗർ, ലെസ് ചെയ്യാൻ മിഡിൽ ഫിംഗർ. ഞാൻ അതിന്റെ ഒരു വീഡിയോ സെൻഡ് ചെയ്യാം, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആവും. ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാന്? ടൂളിൽ വർക്ക് ചെയ്യാൻ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, 7th പേജിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവരും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കാം. ഓക്കെ, വിഷുൽ ഹഫി, മിന്ന, മുമിന. ഓക്കെ, ആഡ് 6 നമ്മള് പിൻ ചെയ്തിട്ട് ആഡ് ചെയ്യാം റൈറ്റ് ഹാൻഡ് കൊണ്ട്. ഇനി +9 ആണ്. ഇനി നമ്മൾ 9 ഡയറക്ട്ലി എടുക്കാനില്ല. അപ്പൊ +9ന്റെ ഫോർമുല ഒന്ന് ശ്രേയ പറഞ്ഞേ. +9 equal to +9 is equal to plus ആരെയാണ് ബോസ്? ആഡ് ദി ബോസ്, ലെസ് ദി ഫ്രണ്ട് ആണ്. പ്ലസ് ബോസ് ആരാണ്? 10 +10 minus friend. ഫ്രണ്ട് ആരാ? 9ന്റെ ഫ്രണ്ട് ആരാ? 9. 1. അപ്പൊ +10 - 1. ഇനി എന്താണ്? ആഡ് 4 നമ്മള് ഡയറക്ട്ലി ആഡ് ചെയ്യുന്നു. ആൻസർ എത്ര കിട്ടിയേ? ഇതെത്രയാ നോക്കിയേ? 40. 14 ആണോ? അപ്പൊ 90. ഓക്കെ, ബീഡ് ക്ലിയർ അല്ല എല്ലാവർക്കും? ബീഡ് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെനി? എങ്ങനെയാ 1 എടുക്കുന്നേ, എങ്ങനെയാ 2 എടുക്കുന്നേ, എങ്ങനെയാ 4 എടുക്കുന്നേ, 5 എടുക്കുന്നേ, 6 എടുക്കുന്നേ, 7, 8, 9, അതുപോലെ തന്നെ 10, 20, 30. ഇത് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെനി? ചെയ്യാൻ തുടങ്ങട്ടെ. ആർക്കാണ്? അമാനാണോ തിരക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിസ, ഫാത്തിമ, ലിസ ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്റ്റാർട്ട് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അസീമിന് ബുക്ക് കിട്ടിയിട്ടില്ല അല്ലെ? അമാൻ ചെയ്തോളൂ, സ്റ്റാർട്ട് ചെയ്തോളൂ. തന്മയ് ചെയ്യുന്നില്ലേ? ഓക്കെ, അസീമിന് ക്ലിയർ ആണോ? സുമിനക്കും കിട്ടിയിട്ടില്ല അല്ലെ? സുമിന സിദ്ദീഖ് ബുക്ക് കിട്ടിയിട്ടില്ലേ? സുമിന സിദ്ദീഖ്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
ഹലോ കേൾക്കുന്നു മിസ്സേ. ഓക്കെ ഞാൻ ഈ 20-30 കഴിഞ്ഞെടുക്കല് ഈ തമ്പിനോടുക്കല് 20-30 എങ്ങനാ ഈ 20-30 ഈ തമ്പിനോടുക്കല് നോ തം ഫിംഗർ നമ്മൾ റൈറ്റ് ഹാൻഡിലെ തം ഫിംഗർ യൂസ് ചെയ്യുള്ളൂ. റൈറ്റ് ഹാൻഡില് ആഡ് ചെയ്യാം, ലോവർ ബീഡിൽ ആഡ് ചെയ്യാൻ മാത്രം. ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് ഏത് ഇങ്ങനെ ബീഡ് പിടിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാല് ലെഫ്റ്റ് ഹാൻഡിലാണ് 10s റോഡിലും 100s റോഡിലും 1000s റോഡിലും ഒക്കെ നമ്മൾ ഏതാണ് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട്. അത് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ മനസ്സിലാവും. അപ്പറിൽ വരുന്ന അപ്പർ ബീഡിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും, ലോവറിൽ വരുന്ന ഫിംഗർ ലോവർ ബീഡിൽ ആഡ് ചെയ്യാനും ലെസ് ചെയ്യാനും. ടൂൾ ഉണ്ടോ കയ്യില്? ഇല്ല അല്ലേ? ഓക്കെ. ഒന്നും കൂടി കാണിച്ചു തരുമോ? എങ്ങനാ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആഡ് 2 ചെയ്തേ. ഇത് ഒന്നുകൂടി ആഡ് 2 ചെയ്യാം. ഇത് ഇപ്പൊ എത്ര ആൻസർ കിട്ടിയേ? 1 ഓക്കെ. ഇനി +9 ആണ്. അപ്പൊ നമ്മള് +9ന്റെ ഫോർമുല യൂസ് ചെയ്യും. ബിഗ് ഫ്രണ്ട് ഫോർമുല. ആരാണ്? ബിഗ് ഫ്രണ്ട് ഫോർമുല. +9ന്റെ ബിഗ് ഫ്രണ്ട് ഫോർമുല എന്ന് പറഞ്ഞാല് +10 - 1. നമുക്ക് 9 4 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 9 നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാനില്ലല്ലോ. അപ്പൊ നമ്മള് അപ്പൊ ഫസ്റ്റത്തെ ആൻസർ 13 അല്ലേ? യെസ് കറക്റ്റ് ആണ്. അങ്ങനെ എല്ലാതൊന്നും ചെയ്തേ. പേജ് നമ്പർ 7 20 ക്വസ്റ്റ്യനും ചെയ്യണം. മർജിക്ക് ബുക്ക് കിട്ടിയിട്ടില്ലേ? ചെയ്തില്ലേ? ആ ഫസ്റ്റത്തെ 4 എടുത്തിട്ട് പിന്നെ 10s ആണ് 10 എടുക്കണ്ടേ. ഏത് ക്വസ്റ്റ്യനാ മോളെ? ഫസ്റ്റത്തെ 4 എടുക്കണം. ഇനി +9 അല്ലേ? +9 നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ഫോർമുല യൂസ് ചെയ്യണ്ടേ. 4 നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 9 നമുക്ക് എടുക്കാനില്ല. അപ്പോഴാണ് 9 നമ്മൾ എന്ത് ചെയ്യുന്നേ? അപ്പുറത്തെ ബീഡിന്ന് ഒരു 10നെ ബോറോ ചെയ്തിട്ട് 1നെ ലെസ് ചെയ്തിട്ട് നമ്മള് +9 ചെയ്തു. +9 = +10 - 1. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. ആഡ് 3 നമ്മൾ ആഡ് ചെയ്തു. ഇനി 9 ആണ്, +9 ആണ്. അപ്പൊ നമുക്ക് +9 ഇല്ല. അപ്പൊ നമ്മൾ +9ന്റെ ഫോർമുല യൂസ് ചെയ്യാ. +10 - 1. ഈ 5 നമ്മള് ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 17. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? നിനക്കാണോ ഡൗട്ട്? ഡൗട്ട് ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആർക്കും ഡൗട്ട് ഇല്ല? ഫാത്തിമ, ലിസനെ എനിക്ക് കാണുന്നില്ല. ലിസ ക്യാമറ ഓൺ ചെയ്യാഞ്ഞാൽ ലിസനെ കാണൂല. മനസ്സിലായില്ല. ലിസ ക്യാമറ ഓൺ ചെയ്തില്ലേ? ലിസക്ക് എന്താ മനസ്സിലാവാത്തെ? മോളുടെ ടൂൾ എടുത്തേ. തേർഡ് ക്വസ്റ്റ്യനോ? 6th 5th ക്വസ്റ്റ്യൻ. 2 ആഡ് ചെയ്തേ. തം ഫിംഗർ വെച്ചിട്ട് 2 ആഡ് ചെയ്യും. 6th ഓക്കെ. 7 ആഡ് ചെയ്യും. പിൻ ചെയ്തിട്ട് 7 ആഡ് ചെയ്യാം. ടൂള് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചേ. റൈറ്റ് ഹാൻഡില് പെന്ന് പിടിച്ചേ. ഓക്കെ. ഇനി 7 ആഡ് ചെയ്തേ. അങ്ങനെയല്ല, ശരിക്കും ഇങ്ങനെ വെക്ക്. മോക്ക് കാണുന്ന രീതിക്ക് കറക്റ്റ് ആയിട്ട് വെക്ക്. ഇങ്ങനെ വെക്ക്. എനിക്ക് കാണണ്ട, മോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വെക്ക്. ഓക്കെ. താഴെ വെക്ക്. അവിടെ പ്ലേസ് ചെയ്യേ. ബുക്കിൽ വെക്ക. ഓക്കെ. ഇനി 7 ആഡ് ചെയ്തേ. പിൻ ചെയ്തിട്ട് 7 ആഡ് ചെയ്തേ. ഓക്കെ. ഇനി
സെറ്റ് 0 ചെയ്യാൻ ഞാൻ എങ്ങനെയാ പറഞ്ഞേ? ഓക്കെ 7 ആഡ് ചെയ്തു. ഇനി 2 ആഡ് ചെയ്തേ. തം ഫിംഗർ വെച്ചിട്ട് 2 ആഡ് ചെയ്തു. ഓക്കെ ഇനി +9 ചെയ്യണം. ഇനി +9 ചെയ്യാൻ നമുക്ക് അവിടെ ഉണ്ടോ? ഓൾറെഡി 9 എടുത്തു അല്ലേ? നമ്മൾ വൺസ് റോഡിൽ 9 എടുത്തു. ഇനി 9 എടുക്കാനില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ്, എന്ത് ചെയ്യണം? നമ്മുടെ അപ്പുറത്തെ ബീഡിൽ നിന്ന് ബോസിനെ ബോറോ ചെയ്യണം. ബോസ് ആരാണ്? 10 + 10. ഓക്കെ അപ്പൊ നമുക്ക് 10 കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് 9 ആണ്. അപ്പൊ 10ന് എത്ര ലെസ് ചെയ്താലാ 9 കിട്ടുക? 1. അപ്പൊ വൺസ് റോഡിൽ നിന്ന് നമ്മൾ 1 ലെസ് ചെയ്യാം. വൺസ് റോഡിലല്ലേ നമുക്ക് 1 ഉള്ളത്? അപ്പൊ 1 താഴേന്ന് 1 ലെസ് ചെയ്യാം. ഓക്കെ ആൻസർ എത്ര കിട്ടിയേ? 18. യെസ് അതാണ് ആൻസർ. ക്ലിയർ ആണോ? ഇതുപോലെയാണ് ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്യണ്ടേ. ഇപ്പൊ ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ ഇനി മുമിനാക്ക് എന്താ ഡൗട്ട്? 16 ചെയ്യാൻ വിടുന്ന മാം. ഫാത്തിമ പോലെ ടൂൾ വെക്കാൻ പറ്റുമോ? എന്നാ എനിക്ക് കറക്റ്റ് ആയിട്ട് മോൾക്ക് മാർക്ക് എങ്ങനെയാ? ഇങ്ങനെയാ? ഇങ്ങനെയല്ല, ഫാത്തിമ ലിസ വെച്ചിരിക്കുന്ന നോക്കിയേ, ടൂള് കാണുന്ന രീതിക്ക് ക്യാമറ വെച്ചേക്കുന്ന കണ്ടോ? ശ്രേയുടെയും ടൂള് കാണുന്നില്ല. നിങ്ങൾ ടൂളിലാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുത്തണം. അമ്മ ടൂളിലാണ് ചെയ്യുന്നത്. പാരന്റ് അടുത്തുണ്ടോ? ടൂൾ തന്നെയാണോ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ അതവിടെ വെക്കേ, താഴെ വെച്ചോ. ഓക്കെ ഏതാ ഡൗട്ട്? 16. 8 ആഡ് ചെയ്തേ. ഇനി അതിലോട്ട് +9 ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 ആഡ് ചെയ്തിട്ട് ഓക്കെ +10 - 1 അങ്ങനെ തന്നെ പറയണം കേട്ടോ. 10 ആഡ് ചെയ്തിട്ട് 1 ലെസ് ചെയ്യുക അങ്ങനെ പറയരുത്. നമ്മൾ ഫോർമുല പറയുമ്പോ +10 - 1 അങ്ങനെ തന്നെ പറയണം. ഓക്കെ ഓക്കെ ഇനിയും ഒരു 9 കൂടി ആഡ് ചെയ്യണം അല്ലേ? ഇപ്പൊ എത്ര ആൻസർ കിട്ടിയ? 9 ആഡ് ചെയ്തപ്പോ 8ക്ക് 9 ആഡ് ചെയ്തപ്പോ 17. ഓക്കെ ഇനി ഒന്നുകൂടി 9 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീഡ് കൂടി ബോറോ ചെയ്യാം. എന്നിട്ട് 1നെ ലെസ് ചെയ്ത് കൊടുക്കുക. സെയിം ഫോർമുല ഒരിട്ട് കൂടി ആഡ് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇപ്പൊ എത്ര കിട്ടിയേ? 26. വെരി ഗുഡ്. ഇനി അതിലോട്ട് 3 ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എത്ര കിട്ടിയേ? 29. ഓക്കെ ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉള്ളവര് ചോദിക്കാം. ഓക്കെ ടെൻസ് റോഡില് പെൻസിൽ വെച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് ബീഡ് മൂവ് ചെയ്യരുത്. ഫിംഗേഴ്സ് വെച്ചിട്ട് വേണം ബീഡ് മൂവ് ചെയ്യാൻ. റൈറ്റ് ഹാൻഡ്, ടെൻസ് റോഡിൽ ലെഫ്റ്റ് ഹാൻഡ്. വിഷ്വൽ ഹാവിക്ക് എന്താ ഡൗട്ട്? ഫോർത്ത് 1 ആണോ? ഓക്കെ 5 ആഡ് ചെയ്തേ. ഇനി അതിലോട്ട് 3 ആഡ് ചെയ്ത് കൊടുത്തേ. തം ഫിംഗർ വെച്ചിട്ട് 3 ആഡ് ചെയ്യാം. ഇനി +9 നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. 9 നമുക്ക് ഡയറക്റ്റ്ലി അവിടെ ആഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ 8 ഓൾറെഡി കിട്ടി. ഇനി 9 നമുക്ക് വൺസ് റോഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് അപ്പുറത്തടുത്തുനിന്ന് ആളടുത്തുനിന്ന് ബോറോ ചെയ്യുന്നു. അപ്പൊ 10നെയാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. +10 - 1. മാഡം -1 അങ്ങനെ ചെയ്യാ? -1 നമ്മൾ വൺസ് റോഡിൽ ചെയ്യാ. വൺസ് റോഡിൽ ഒരു ബീഡ് മൈനസ് ചെയ്യാൻ ഞാൻ കാണിക്കാം. ഓക്കെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. ആഡ് 5 നമ്മൾ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു. ഇനി +3 നമ്മൾ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു. ഇനി +9 അല്ലേ? ഓക്കെ +9. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തെ ബീഡിന്റെ അടുത്തുനിന്ന് ഒരു ബീഡ് ബോറോ ചെയ്യൂ. ബോസിനെ ആഡ് ദി ബോസ്
ഇനി ഫ്രണ്ട് ആരാണ്? 1. അപ്പൊ 1 എവിടെയുള്ളത്? 1 റോഡിൽ. ഈ 1ന് ആൻസർ കിട്ടി 70. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെയാ? മോന്റെ ടൈം 10 minutes 54 seconds. എങ്ങനെയാണ് മോനെ? റൈറ്റ് സൈഡ് നിന്നാണോ ലെഫ്റ്റ് സൈഡ് നിന്നാണോ എന്ത് എടുക്കണ്ടേ? എവിടെ ടെൻസ് റോഡ് ഉള്ളത്? ടെൻസ് റോഡ് റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? മോന്റെ ടൂളിലെ റൈറ്റിലാ ലെഫ്റ്റിലാ ടെൻസ് റോഡ് ഉള്ളേ? ലെഫ്റ്റില്. ലെഫ്റ്റില്. അപ്പൊ ടെൻസ് റോഡിന് 10 എടുക്കണമെങ്കിൽ നമ്മൾ എവിടുന്ന് എടുക്കും? ലെഫ്റ്റ്. യെസ്, ടെൻസ് റോഡ് നമ്മുടെ ടൂളിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ടെൻസ് റോഡ് ഉള്ളത്. അപ്പൊ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേണം എടുക്കാൻ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എന്നാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് കാണിച്ചു നോക്കട്ടെ. എങ്ങനെയാ? എങ്ങനാ? 11th കേട്ടില്ല. 11th. ഓക്കെ, 3 ആഡ് ചെയ്തേ. ഇനി 9 ചെയ്യണം. എന്ത് ചെയ്യും? എടുക്കണം. ആ, +10 -1. ഓക്കെ, ഇനി 5 ആഡ് ചെയ്യണം. 5 എങ്ങനെ ആഡ് ചെയ്യണ്ടേ? ഡയറക്റ്റ് ഉണ്ട്. അപ്പർ ബീഡിന് 1 റോഡിലെ അപ്പർ ബീഡിന്ന് ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ, ഫോർത്ത് ആൻസർ പൈനയാ. യെസ്, വെരി ഗുഡ്. 7 ലെസ് ചെയ്യാം. അപ്പൊ 7 നമ്മൾ എവിടെയാ ലെസ് ചെയ്യണ്ടേ? 7 എവിടെയാ ഉള്ളത്? 1 റോഡില്ല. അപ്പൊ 7 ലെസ് ചെയ്യാനില്ല. അവിടെ ഇപ്പൊ 17 അല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ 17ന് 1 റോഡിന്ന് 7 ലെസ് ചെയ്ത് കൊടുത്തേ. എത്ര ആൻസർ കിട്ടിയേ? 1 ആണോ? ഏത് റോഡിലാ 1 ഉള്ളത്? 1 റോഡിലാണോ 10 റോഡിലാണോ? ശ്രദ്ധിക്കണം. 1 റോഡിലാണോ 10 റോഡിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. 10 റോഡിലാണെങ്കിൽ 10 ആണ്, 100 റോഡിലാണെങ്കിൽ 100 ആണ്. ഓക്കെ ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ബിഷ്റുൽ ഹഫീൻ 5th വൺ ഒന്ന് ചെയ്തേ. ആൻസർ കിട്ടിയോ? യെസ്. എത്ര കിട്ടിയ? 16. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ലിസ ചെയ്തോളൂ, വർക്ക് ചെയ്തോളൂ. മുഅ്മിനയുടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മർസിയുടെ ഫിനിഷ് ആയോ? മിസ്, ഈ 8th ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്? ഓക്കെ, 9 ആഡ് ചെയ്തേ. ആഡ് 9 ആഡ് ചെയ്യാം ഡയറക്ട്ലി. ഇനി +9 നമ്മൾ എന്ത് ചെയ്യും? 9 +9ന്റെ ഫോർമുല യൂസ് ചെയ്യും. +9ന്റെ ഫോർമുല എന്താ? +10 -1. ഇനി നമ്മൾ 1 കൂടി ആഡ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പൊ 1 കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആൻസർ എത്രയാ? 90. ഓക്കെ, അത്രേ ഉള്ളൂ. 2 9 വന്നിട്ടുണ്ടെങ്കിൽ 2 ഫോർമുല യൂസ് ചെയ്യേണ്ടി വന്നാൽ 2 ഫോർമുല യൂസ് ചെയ്യാം. ഫോർമുല സെയിം, ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട്. എന്താണ്? ബോസിനെ ആഡ് ചെയ്തിട്ട് ഫ്രണ്ടിനെ ലെസ് ചെയ്യാം. 9ന്റെ ഫ്രണ്ട് 1. അമാൻ, ഓക്കെ, വെരി ഗുഡ്. അമാൻ ആരെങ്കിലും ചെയ്ത് തരുന്നില്ലല്ലോ? മോൻ ചെയ്യുന്നല്ലേ?
ആർക്കാ പറഞ്ഞു കൊടുക്കുന്നേ? ആരും പറഞ്ഞില്ലല്ലോ. ഓക്കെ ബുക്ക് വരച്ച് നോക്കുക. ഓക്കെ ഓക്കെ. ടൂള് കാണുന്ന രീതിക്ക് വെക്കണേ എല്ലാരും. ടൂള് കാണുന്ന രീതിക്ക് വെക്കണേ. മിന്നന്റെ കാണുന്നുണ്ട്, ലിസയുടെ കാണുന്നുണ്ട്, ശ്രേയയുടെ കാണാം, മിനയുടെ കാണുന്നില്ല. ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ കാണാൻ പറ്റും. സുമിന സിദ്ദീഖിന് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ. തന്മയുടെ ബുക്ക് ടൂള് പൊക്കി കാണിക്കണ്ട, താഴെ വെച്ചിട്ട് കാണുന്ന രീതിക്ക് വെക്കണം. ഫാത്തിമ ലിസയുടെ ഒക്കെ കണ്ടോ അതുപോലെ. ബിഷുറുൽ ഹഫീയുടെ കാണുന്നുണ്ട്, അമാന്റെ കാണുന്നില്ല കേട്ടോ. ഈ മറ്റേ മിസ് വന്ന 7-ാം പേജില്ലേ, ആ അതില് 15-ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ആ അതില് 9 കുട്ടി പിന്നെ ഒരു 9 കുട്ടി. പിന്നെ എങ്ങനെയാ മറ്റേ ഇതാക്കുക 9 കുട്ടുക? ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞേ? 18-ാമത്തോ? 15-ാമത്തെ. ഓക്കെ. ആഡ് 9. നമ്മൾ 9 ആഡ് ചെയ്തു. ഇനി ഒന്നുകൂടി 9 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ 9ന്റെ ഫോർമുല എടുക്കാം. 9 നമുക്ക് ഇനി എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ 9ന്റെ ഫോർമുല യൂസ് ചെയ്യാം. ആ 1 എടുക്കണോ? അതെ, +10 - 1. 9 എപ്പോ കിട്ടിയില്ലെങ്കിലും 9ന്റെ ഫോർമുല യൂസ് ചെയ്യാം. +10 - 1. ഓക്കെ. ഇനി നമ്മൾ 1 ആഡ് ചെയ്തിട്ട് 9 ലെസ് ചെയ്ത് കൊടുക്കാം. ആൻസർ കിട്ടി 10. മാം ആ ടോയ്ലറ്റിൽ പോയിക്കോട്ടെ. ഓക്കെ, പെട്ടെന്ന് വരണേ. ആ ക്ലാസ്സിൽ കയറുന്നതിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വരണേ. ബിഷുറുൽ ഹഫി ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. ഓക്കെ. ശ്രേയക്ക് എന്താ ഡൗട്ട്? മിസ് ഈ 16-ാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിനകത്ത് ഈ 8 എടുത്തതിന് ശേഷം 9 എടുക്കുന്നത് 1 സൈഡിൽ നിന്നാണോ അതോ 10 സൈഡിൽ നിന്നാണോ? 8 എടുത്തിട്ട് വൺസിന്റെ അവിടെ 9 എടുക്കാൻ പറ്റുമോന്നൊന്ന് നോക്കിയേ. 8 എടുത്താ പിന്നെ 9 എടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എവിടുന്നായിരിക്കും? അപ്പൊ എന്താ ചെയ്യണ്ടേ? ഫോർമുല യൂസ് ചെയ്യാം. എന്താ ഫോർമുല? +9 = +10 - 1. ഇനി ഒരു 9 കൂടി ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇനിയും 9 അവിടെ ഡയറക്റ്റ്ലി എടുക്കാനുണ്ടോ നോക്കിയാ വൺസ് റോഡില് എടുക്കാൻ പറ്റുമോ? വൺസ് റോഡില് ഇല്ലല്ലോ. അപ്പൊ ഒന്നുകൂടി ഫോർമുല യൂസ് ചെയ്യാം. +10 ഒരു 10 കൂടി ആഡ് ചെയ്തിട്ട് -1. ഇനി 3 ആഡ് ചെയ്ത് കൊടുത്ത ആൻസർ എത്ര കിട്ടിയേ? മാഡം ആ 16. ഓക്കെ. 18th ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ശ്രേയക്ക് ഡൗട്ട് വന്നേ. 8 ആഡ് ചെയ്ത് കൊടുത്തേ. ടീച്ചർ 23 അല്ലേ? 23 ആണോ കിട്ടിയേ? ആ ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ഓക്കെ. ആഡ് 8. ബിഷറുൽ ഹഫി 18th ക്വസ്റ്റ്യന്റെ ഡൗട്ട് ഉള്ള എല്ലാരും ഒന്ന് നോക്കിയേ. 18th ക്വസ്റ്റ്യൻ ചെയ്യുന്ന എല്ലാരും ഒന്ന് നോക്കുക. സോറി, 16th ക്വസ്റ്റ്യൻ. ആഡ് 8 നമ്മൾ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നു. ബിഷറുൽ ഹഫി ശ്രദ്ധിക്കണേ. ഇനി +9 നമ്മൾ എന്ത് ചെയ്യണം? +10 - 1. +9ന്റെ ഫോർമുല ചെയ്യാം. +10 - 1. ഇനിയും നമുക്ക് 9 ഡയറക്റ്റ്ലി എടുക്കാനുണ്ടോ വൺസ് റോഡില്? നമ്മൾ വൺസ് നമ്പേഴ്സ് 1 to 9 നമ്മൾ വൺസ് റോഡിലാണ് എടുക്കണ്ടേ. അപ്പൊ അതില്ലെങ്കിൽ നമ്മൾ 10th റോഡിൽ പോകുന്നേ.
അപ്പൊ 9 നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാനില്ല. അപ്പൊ ഒന്നുകൂടി 9ന്റെ ഫോർമുല യൂസ് ചെയ്യാം. +10 - 1. ഓക്കെ, ഇനി നമുക്ക് എന്താണ് 3നെ ആഡ് ചെയ്ത് കൊടുക്കാനല്ലേ. 3 നമ്മൾ ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടിയേ? 3 നമ്മൾ എവിടെയാ ആഡ് ചെയ്ത് 3 നമ്മൾ ടെൻസ് റോഡിനൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. 1 to 9 വരെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ലെസ് ചെയ്യുന്ന വൺസ് റോഡിലാണ്. ഡയറക്റ്റ്ലി ഉണ്ടെങ്കിൽ വൺസ് റോഡിലാണ്, അല്ലെങ്കിലാണ് നമ്മള് ആൻസർ yes. 1 to 9 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ വൺസ് റോഡിലാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാണ്ട് അത് ആരും ടെൻസ് റോഡ് പോയി ആഡ് ചെയ്യരുത്. ടെൻസ് റോഡിന് 10, 20, 30, 40 ഈ നമ്പേഴ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. ലെസ് ചെയ്യാനും പറ്റൂ. വൺസ് നമ്പേഴ്സിന് നമ്മൾ എപ്പോഴും +10 ഫ്രണ്ടിന് നമ്മൾ എപ്പോഴും എവിടെയാണ്? വൺസ് റോഡിലാണ് ലെസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ആർക്കും ടെൻസ് റോഡ് പോയി ലെസ് ചെയ്ത് കൊടുക്കരുത്. ഓക്കെ, അസീം ലെഫ്റ്റ് ആയോ? മർസി ക്യാമറ ഓഫ് ആണ്. മർസിയുടെ ഫിനിഷ് ആയോ? മർസി ഫിനിഷ് ആയോ? ഒരു മിനിറ്റ്, നെറ്റ് ഭയങ്കര കുറവ്, ഞാൻ ലീവ് ആയിട്ട് വേട്ടെ. ഓക്കെ, മിസ് അപ്പൊ 17th ക്വസ്റ്റ്യന്റെ ആൻസർ 27 അല്ലേ? യെസ്. മാഡം ആ 19ന്റെ ആൻസർ 10 ആൻസർ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരും. നിങ്ങൾ നിങ്ങളുടെ ആൻസർ ചെയ്ത 10 ആണ് ആൻസർ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ചെയ്ത ആൻസേഴ്സ് നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യും. ബിഷുറുൽ ഹഫി തം ഫിംഗർ വെച്ചിട്ട് ആഡ് ചെയ്യാ, ഇൻഡെക്സ് ഫിംഗറിൽ വെച്ചിട്ട് ലെസ് ചെയ്യാ. ടൂള് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിച്ചേ. ഓക്കെ, 10 ആഡ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ, ലെസ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ ആണ്. ഓക്കെ, തന്മയുടെ ഫിനിഷ് ആയോ? തന്മയ് എന്താ തന്മയ്? ഫിനിഷ് ആണ് മിസ്. ഓക്കെ മാഡം ഫിനിഷ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ആരുടെയൊക്കെ ഫിനിഷ് ആവാനുള്ള? അമാന ഓക്കെ ആണോ? ആ ഫസ്റ്റില് 7 കുട്ടി, പിന്നെ 2 കുട്ടി, പിന്നെ 27 ആണല്ലോ കുട്ടി. അതെ, അതന്നെ ആൻസർ. അത് തെറ്റാ? അത് തെറ്റല്ല, അത് കറക്റ്റ് ആണ്. 27. ആ എന്താ 16-ാമത്താണ് നമ്മൾ 29 പറഞ്ഞത്. 17-ാമത്തെ 27 ആണ്. കറക്റ്റ് ആൻസർ ആണ്. അമാന 17-ാമത്തെ 27. അമാന എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ കറക്റ്റ് ചെയ്തിട്ട്? മാം അതെന്നെ വിശ്വാസമില്ല ഞാൻ കറക്റ്റ് ചെയ്തു എന്നുള്ളത്. 16ന്റെ ആൻസർ 29 അല്ലേ? അത് ഞാനിപ്പോ പറയാം. ഓക്കെ, ആൻസർ റൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ടിക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ആൻസർ കറക്റ്റ് ആണോ ചോദിക്കണ്ട, ഞാൻ പറഞ്ഞുതരും. ലാസ്റ്റ് ആൻസർ നമ്മൾ ചെക്ക് ചെയ്യും. മാം നേരത്തെ ഒരു കുട്ടി മാമിനോട് ചോദിച്ചു 17-ാമത്തത് 37 ആണ് ആൻസർ. അപ്പൊ മാം പറഞ്ഞ ആന്ന്. അപ്പൊ ഇപ്പൊ ഞാൻ മാമിനോട് ചോദിച്ചു 17-ാമത്തത് 27 ആണ്. നമ്മൾ ഓൾറെഡി 17th ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തു. 27 ആൻസർ കിട്ടി. ശ്രേയ വിനോദ് ആണെന്ന് ചോദിച്ചു തോന്നണോ? ഡൗട്ട് അല്ലേ?
ശ്രേയവിനോദാണ് ചോദിച്ചത്. ആരോ ഒരാൾ ചോദിച്ചല്ലോ. 27 ആണ് ആൻസർ. ഓക്കെ, അമാൻ ചെയ്തത് കറക്റ്റാ. ഓക്കെ, അമാൻ ചെയ്തത് കറക്റ്റ് ആണ്. അമാന് ഫുൾ കറക്റ്റാ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്താലോ? അപ്പൊ ഞാൻ അത് ചെയ്യാനില്ലല്ലോ. അമ്മാന് ആൻസറിന്റെ ഡൗട്ട് കൊണ്ട് അങ്ങനെ ഇരുന്നോണ്ടാണ് 3 ചെയ്യാൻ പറ്റാതിരുന്നേ. വേഗം ചെയ്യണേ. ശ്രേയക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ. ഓക്കെ, നമ്മളിന്ന് ആകെ ഒരു പേജ് മാത്രമേ ചെയ്തുള്ളൂ അല്ലേ? കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം. ഇനി ഞാൻ ടൈമർ വെക്കും 10 മിനിറ്റ്സ്, അതിന്റെ ഉള്ളിൽ തീർക്കേണ്ടി വരും. ഓക്കെ, ഇത്ര സ്ലോ ആവാൻ പറ്റൂല. നമ്മൾ കുറച്ചുകൂടി സ്പീഡ് പോയാലുള്ള നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ 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 അമ്മ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാമോ? ചെയ്ത് വരെയുള്ള ആൻസർ ചെക്ക് ചെയ്യണേ. ക്ലാസ് കഴിഞ്ഞിട്ടേ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് എണീക്കാൻ പാടുള്ളൂ. ഓക്കെ അമ്മാൻ? ഓക്കെ, ആൻസേഴ്സ് ചെക്ക് ചെയ്തോളൂ. രണ്ടാമതൊരു പ്രാവശ്യം പറയൂല, ഒരൊറ്റ പ്രാവശ്യമേ പറയുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ആൻസേഴ്സ് പറയുമ്പോ റൈറ്റ് ആൻസർ ആണെങ്കിൽ ടിക്ക് ഇടാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ 13. ശരിക്കും ശ്രദ്ധിക്കണേ. 13, 19, 17, 17, 16, 18, 15, 19, 10, 15, 10, 12, 14, 15, 10, 29, 27, 10, 10, 18. എത്ര പേരുടെ ഫുള്ള് കറക്റ്റായി? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഫുൾ കറക്റ്റ് ഉള്ളവര് ഒന്ന് റോങ് ആയവരും എന്ത് ചെയ്യാ, ആ സൈഡിൽ ഒരു വെരി ഗുഡ് ഇട്ടെ. രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, എല്ലാരും ഒരു വെരി ഗുഡ് ഇട്ടെ. അമാനും ഇട്ടോ ഒരു വെരി ഗുഡ് ഇട്ടെ സൈഡില്. നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യാനും വേറെ ആരുടെ ആവശ്യമില്ലല്ലോ നമുക്ക്. ഓക്കെ, വെരി ഗുഡ്. വേണമെങ്കിൽ ഒരു സ്റ്റാർ കിട്ടും. ഓക്കെ 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 ഓക്കെ, ഇനി നാളേക്ക് +8ന്റെ പേജ് ഹോംവർക്ക് തന്നാ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ? അറിയോ? എങ്ങനെയാ ചെയ്യാൻ പറ്റുമോ? മാം എത്രാമത്തെ പേജാ? പേജ് നമ്പർ 8. +8ന്റെ ഫോർമുല എന്ന് പറഞ്ഞാല് +10 - 2. എന്താണ് നമ്മള് +9ന്റെ ഫോർമുല ചെയ്തത്? +10 - 1 ആണെങ്കിൽ +8ന്റെ ഫോർമുല. ചോദിക്കോ? ലെവൽ 1 ആണോ ലെവൽ 2 ആണോ? ലെവൽ 1ല് 8th പേജ്. ലെവൽ ബി ബുക്ക് എന്ത് ചെയ്യണം? 7th പേജ് വരെ ചെയ്യാം. ബി ബുക്ക് ഇന്ന് നമ്മൾ ആകെ ഒരു പേജില് ചെയ്തുള്ളൂ. ബി ബുക്ക് എന്ത് ചെയ്യാ? 7th പേജ് വരെ എല്ലാരും ചെയ്യാം. ഓക്കെ ഓക്കെ മാം. ഫാത്തിമ, ലിസ എന്തൊരു ക്ഷീണം പോലെ? ടയർഡായോ? ചെയ്ത് ടയർഡായതാണോ? ടയർഡൊന്നുമില്ലല്ലോ. മാം ആ എ ബുക്കത്തെയും ബി ബുക്കത്തെയും 7ാമത്തെ പേജാ 8ാമത്തെ പേജാ? 7th പേജ് വരെ ചെയ്താൽ മതി. എ ബുക്കിലെ 8th പേജും. എ ബുക്കിലെ 8th പേജ് ഞാനൊന്ന് ചോദിക്കട്ടെ. അമാനൊന്ന് ചെയ്തേ. ആഡ് 4 ആഡ് ചെയ്തേ. ഇനി +8 ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കേൾക്കുന്നില്ല.
3. ആരെങ്കിലും കേട്ടോ അമ്മ പറഞ്ഞേ? വിഷ്വൽ ഹാപ്പി കേട്ടോ? ഞാൻ പറയാം ഫാനിലാണ് ആ പറയാ. ഫാറ ഇട്ടിട്ട് മിസ് ഫാറ എടുക്കാൻ പറഞ്ഞു. പിന്നെ എടുക്കാനല്ലേ ആ അപ്പൊ എന്ത് ചെയ്യും? 10 എടുക്ക, പിന്നെ 2 മൈനസ് ചെയ്യാം. വെരി ഗുഡ്. അമ്മാൻ എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ. മാം ഇതന്നെ ഞാൻ പറഞ്ഞത്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ എല്ലാരും ഉഷാറാണ് കേട്ടോ. ഇനി 5 നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ പീരീഡിൽ ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇപ്പൊ ഇങ്ങനെ 10 എടുത്തിട്ട് 2 മൈനസ് ചെയ്യാം അങ്ങനെ ഒരിക്കലും പറയരുത്. ഫോർമുല കറക്റ്റ് രീതിയിൽ പറയണം. ആഡ് ദി ബോസ് ലെസ് ദി ഫ്രണ്ട് ആണ് +10 - 1 9ന്റെ ഫോർമുല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയിപ്പിക്കും. എല്ലാ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന ഫോർമുലാസ് ഒന്ന് ഇപ്പൊ നമ്മൾ 8ഉം 9ഉം ആണ് പഠിച്ചത്. അത് ഞാൻ ഒരു 5 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം എഴുതിപ്പിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ? അപ്പൊ ഫോർമുല അങ്ങനെ തന്നെ പറയാം. +10 - 1 +10 - 2. ഓക്കെ അങ്ങനെ പറയണം. ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ വിഷ്വൽ ഹാഫിക്ക് ഒന്ന് പറയാൻ പറ്റുമോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്? എല്ലാരും ശ്രദ്ധിക്കട്ടെ. വിഷ്വൽ ഹാഫിയുടെ എല്ലാരും ശ്രദ്ധിക്കാം. ഓക്കെ ആഡ് 6 നമ്മള് എന്താ ചെയ്യാ? ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. 6 ആഡ് ചെയ്തേ. 6 നമ്മൾ പിൻ ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ ഇനി 2 ആഡ് ചെയ്തേ. ഇനി നമുക്ക് +8 ചെയ്യണം. +8 ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? 8 എടുക്കാനുണ്ട് അവിടെ. ഇപ്പൊ ഓൾറെഡി 8 എടുത്തിട്ടുണ്ട്. ഇനി 8 എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? +10 - 2 ആഡ് 10 - 2. ഓക്കെ അപ്പൊ എത്ര ആൻസർ കിട്ടിയേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് മൈൻഡ് കാൽക്കുലേഷനും കൂടി ചെയ്തിട്ടാണ് പോയാലോ? നിങ്ങൾ 8 പേജ് ഹോംവർക്ക് ചെയ്യണേ. എന്താ മോനെ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് മൈൻഡ് കാൽക്കുലേഷൻ അല്ലേ ശരിക്കും ചെയ്യണ്ടേ? ഇങ്ങനത്തെ അല്ല സിമ്പിൾ ആയിട്ടുള്ളത് ഡയറക്റ്റ് എടുക്കാൻ എന്നുള്ളതാണ് മൈൻഡ് കാൽക്കുലേഷൻ തരുള്ളൂ. പേടിക്കൊന്നും വേണ്ട. ഓക്കെ നമ്മളെന്തിനാ പേടിക്കണേ? ഞാൻ പേടിപ്പിക്കുന്നുണ്ടോ? വിഷ്വൽ ഹാഫിനെ ഞാൻ പേടിപ്പിച്ചോ? തെറ്റിപ്പോയാലും ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ കുഴപ്പമില്ല. നമ്മളെല്ലാരും പഠിക്കുന്നേ ഉള്ളൂ. നമ്മളെല്ലാരും എല്ലാം പഠിച്ച് തികഞ്ഞവരൊന്നും ആരും ഇവിടെ ഇല്ലല്ലോ. എല്ലാരും പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ ആര് തെറ്റിപ്പോയി വെച്ചിട്ട് മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണ്ടേ. അപ്പൊ മിസ്റ്റേക്സ് വന്നോട്ടെ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും എടുത്ത് ആഡ് 2. അമാൻ ആഡ് 2 ചെയ്യേ. മൈൻഡിൽ ചെയ്തേ. ഒന്ന് ഫിംഗറിൽ ചെയ്തേ. മൈൻഡിലാണ് ടൂളിലല്ലേ. ഓക്കെ +2 -4 +6. ലിസക്ക് ഒന്ന് ആൻസർ പറയാൻ പറ്റുമോ? എത്രയാ? 6. വെരി ഗുഡ്. എന്നിട്ടാണ് വിഷ്വൽ ഹാഫി ലിജ ഒക്കെ പേടിച്ചിരുന്നേ? ഇത്ര സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ ചോദിക്കൂ. കുറച്ച് കഴിഞ്ഞാലുള്ള ഞാൻ ടഫ് ആയിട്ടുള്ളത് ചോദിക്കാം. ഓക്കെ ആദ്യം നമ്മൾ സിമ്പിളിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വലുതിലോട്ട് പോവാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെറ്റ് 0. ഓക്കെ ആഡ് 6 +2 -3. ആൻസർ ശ്രേയ എന്ന് പറഞ്ഞേ. 5. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സെറ്റ് 0 ആഡ് 7. അമാൻ ചെയ്യുന്നില്ലേ? ഓ അമാന് ഫിംഗറിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. അമാന് ഫുൾ മൈൻഡിൽ ഇങ്ങനെ കാണാണ് തോന്നുന്നുണ്ട് ടൂളില് അല്ലെ.
ഓക്കെ +2 -7. അമാനെന്ന് ആൻസർ പറഞ്ഞേ. നിക്ക് അമാനെന്ന് ആൻസർ പറയട്ടെ. അമാന് ടൂളിന്റെയും മൈൻഡിന്റെ ഒന്നും ആവശ്യമില്ലാത്ത അമാനെന്ന് പറഞ്ഞേ ആൻസർ എത്രയാണ്? മാം ഒന്നുകൂടി പറയോ? വേണ്ട മിസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ആഡ് ടു ആഡ് ടു ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ശരിക്കും നോക്കണേ. ആഡ് ടു സം ഫിംഗർ വെച്ചിട്ടൊന്ന് ആഡ് ചെയ്തേ. ആഡ് ടു +7 -7. വെരി ഗുഡ്. അമാന് കിട്ടിയോ? മാം ഞാൻ അമാനെന്നാ പറഞ്ഞേ. അമാന് എത്ര കിട്ടിയേ? ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാട്ടോ. അപ്പൊ ഓൾറെഡി നമ്മുടെ ടൈം 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബാക്കി ആൾക്കാരുടെ അടുത്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചോദിക്കൂട്ടോ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഹാവ് എ നൈസ് ക്ലാസ്. താങ്ക് യു. ഓക്കെ, ബൈ മിസ്. ബൈ. വിഷമങ്ങൾ മാറുന്നു.